ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. വീട്ടിൽ മുട്ട ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഒരു 3 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളൂ. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഓയിലൊന്നും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏതൊരു സ്നാക്കിനും ഉള്ളി നല്ലപോലെ വഴന്ന് വന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കടിക്കാത്ത രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതിലോട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ ഇത് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെറും ഒരു ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവും പെപ്പർ പൗഡറിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടും കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല എന്നിവയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, പൊടികളൊന്നും കരിഞ്ഞു പോവാതെ. പൊടികളൊക്കെ ആ ഉള്ളിയിൽ കിടന്നൊന്ന് നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, മസാലേൻ്റെ ഒരു ടെക്സ്ചർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ കൂടുതൽ ബാറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിളാക്കി എടുക്കാവുന്നതാണ്. അത് നല്ലപോലെ അടിച്ചെടുക്കാം. നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് ഇതുപോലെ ഓവൽ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 4 പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 1 or 2 മുട്ട ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ ഓയിലൊന്നും ഡീപ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. അത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കിയ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലോട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാല ഇതുപോലെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ മസാല മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ മെല്ലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല അധികം താഴെ പോവുകയൊന്നുമില്ല. ഇത് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഞാനിവിടെ 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള അളവുകളൊക്കെ ഒന്ന് ഡബിൾ ആക്കി എടുത്താൽ കുറച്ച് അധികം പേർക്ക് സെർവ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇഫ്താറിനൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഈ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി ഒരു 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ്. പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ചിലത്. അതുപോലെ നമ്മൾ ബാറ്റർ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. എനിക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഇതിൻ്റെ ആ ഒരു മറുഭാഗം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.